ഗുഡ് മോർണിംഗ് ഓൾ. 10th ലെവൽ പ്രിലിമിനറി എക്സാമിലെ കെമിസ്ട്രി വിഭാഗത്തിൽ നിന്നുള്ള ക്ലാസ്സുകളാണ് നമ്മൾ കുറച്ചു നാളായി പഠിച്ചുകൊണ്ടിരുന്നത്. ഇന്ന് നമ്മൾ പഠിക്കുന്നത് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഏതെല്ലാം മേഖലകളിലാണ് രസതന്ത്രം കടന്നു വരുന്നത് എന്നതിനെ പറ്റിയാണ്. അപ്പോൾ നമ്മൾ ഇതുവരെ നോക്കിയിരുന്നത് കെമിസ്ട്രി വിഭാഗത്തിലെ ക്ലാസ്സുകളാണ്. ഇതും കെമിസ്ട്രി വിഭാഗത്തിലെ ഒരു പാർട്ട് തന്നെയാണ്. നമ്മൾ ഒരു ക്ലാസ്സും കൂടി എടുക്കാനുണ്ടായിരുന്നു. ഹൈഡ്രജനും ഓക്സിജനും എന്ന ഒരു സിലബസ് ഭാഗം കൂടി നോക്കാനുണ്ടായിരുന്നു. അത് ഓൾറെഡി നമ്മൾ മൂലകങ്ങളെയൊക്കെ പറ്റി പറഞ്ഞപ്പോൾ എടുത്തു പോയിരുന്നു. അതുകൊണ്ടാണ് അതിനകത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കാത്തത്. ഹൈഡ്രജനും ഓക്സിജനും ഒക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ ടൈം ഉണ്ടെങ്കിൽ അത് പിന്നീട് നോക്കാം. അത്രയൊക്കെ അതിനകത്ത് പഠിക്കാനുള്ളൂ. ഹൈഡ്രജൻ ഓക്സിജൻ എന്നുള്ള കാര്യങ്ങളെപ്പറ്റി നമ്മൾ പറഞ്ഞിരുന്നു. ഡീപ്പായിട്ട് പഠിക്കേണ്ട കാര്യങ്ങളില്ല. അതാണത് കുറച്ച് കാര്യങ്ങൾ മാത്രം പറഞ്ഞൊതുക്കിയത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കുന്നത് ദൈനംദിന ജീവിതത്തിൽ ഏതെല്ലാം മേഖലയിലാണ് രസതന്ത്രം കടന്നു വരുന്നത്. രസതന്ത്രം നിത്യജീവിതത്തിൽ കെമിസ്ട്രിയിലെ ഭാഗം തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ഓക്കെ, നമുക്ക് നോക്കാം. നിത്യജീവിതത്തിൽ രസതന്ത്രം എന്ന് കേൾക്കുമ്പോൾ തന്നെ അറിയാം എന്താണിതിൻ്റെ പൊരുളെന്ന്. നമ്മുടെ ആരോഗ്യരംഗത്തും വൈദ്യശാസ്ത്രം, നമ്മുടെ ആരോഗ്യ പരിപാലന രംഗത്തും വൈദ്യശാസ്ത്ര രംഗത്തും, അല്ലെങ്കിൽ നമ്മുടെ ആഹാരപരമായി, പിന്നെ നമ്മുടെ ശുചിത്വത്തിനും നമുക്ക് ശുചിത്വം ഉണ്ടാക്കാൻ നമ്മളിപ്പോൾ സോപ്പ്, ഡിറ്റർജൻസ് അങ്ങനെയൊക്കെയുള്ള വിഭാഗത്തിൽ. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ നമ്മുടെ നിത്യജീവിതത്തിൽ ഏതെല്ലാം മേഖലകളിൽ, ഇത് കുറച്ച് മേഖലകളെ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഏതെല്ലാം മേഖലകളിലാണ് രസതന്ത്രം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, ഏതൊക്കെ കാര്യങ്ങളിലാണ് രസതന്ത്രം നമ്മുടെ ജീവിതത്തിൽ ബന്ധപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യമായി ആരോഗ്യരംഗവുമായി രസതന്ത്രം എങ്ങനെയൊക്കെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നു എന്ന് നോക്കാം. ആരോഗ്യപരമായി അല്ലെങ്കിൽ വൈദ്യശാസ്ത്രപരമായി അതിനാണല്ലോ മുൻതൂക്കം കൊടുക്കേണ്ടത്. നമ്മുടെ ശരീരപരിപാലനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ആണല്ലോ ആദ്യം നമ്മൾ പറയേണ്ടത്. നമ്മളുടെ ശരീരം. ഓക്കെ, അതേപ്പറ്റി നോക്കാം. നമ്മൾ ബോർഡിൽ കാണിച്ചിട്ടുണ്ട്, ശ്രദ്ധിക്കുക. ഓക്കെ, ശരീര താപനില കുറയ്ക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തുക്കൾ അറിയപ്പെടുന്നത് ആൻറ്റിപൈററ്റിക്കുകൾ എന്നാണ്. ആൻറ്റിപൈററ്റിക്കുകൾ. അപ്പോൾ പേരുകൾ കുറച്ച് ഇതാണ്. അപ്പോൾ ആ നെയിം ഓർത്തിരിക്കുക. ശരീര താപനില, നമുക്ക് താപനില ഉയർന്നാൽ നമുക്കിപ്പോൾ പല കാര്യങ്ങളാൽ പനി വരുമ്പോഴൊക്കെ താപനില കൂടും, ശരീര താപനില. അപ്പോൾ ഈ ഔഷധങ്ങൾ ഉപയോഗിച്ചാണ്, പൊതുവായി പറയുന്ന പേരാണ് ഈ ഔഷധങ്ങളെ ആൻറ്റിപൈററ്റിക്കുകൾ. ഈ ഔഷധങ്ങൾ ഉപയോഗിച്ചാണ് ഇത് കുറയ്ക്കാൻ കഴിയുന്നത്. നമ്മൾ ഈ ഔഷധങ്ങൾ ആൻറ്റിപൈററ്റിക്കുകൾ നമ്മൾ ഉള്ളിലേക്ക് കഴിച്ച് ഗുളിക രൂപത്തിലോ എന്തെങ്കിലും കഴിച്ച് നമ്മൾ ഈ താപനില കുറയ്ക്കുന്നു. ഓക്കെ, നിത്യജീവിതത്തിൽ നമ്മൾ കടന്നു പോകുന്ന വഴികളാണ് ഇതൊക്കെ. ഓക്കെ, വേദന സംഹാരികളായി ഉപയോഗിക്കുന്ന ഔഷധങ്ങൾ അനാൽജസിക്കുകൾ. ബോർഡിൽ ശ്രദ്ധിക്കുക, കറക്റ്റ് നിയമമുണ്ട്. അനാൽജസിക്കുകൾ എന്നാണ് പൊതുവെ അറിയപ്പെടുന്നത്. അപ്പോൾ വേദന സംഹാരികൾ, എന്തെങ്കിലും നമ്മുടെ ശരീരവേദനയ്ക്കോ എന്തെങ്കിലും വേദനകൾക്കോ നമ്മൾ അത് കുറയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഔഷധങ്ങൾ അനാൽജസിക്കുകൾ എന്നാണ് പൊതുവെ അറിയപ്പെടുന്നത്. അപ്പോൾ ഇതിൽ വരുന്നതാണ് ആ പറയുന്ന ഔഷധങ്ങൾ. ഓക്കെ, അതിനെ അനാൽജസിക്കുകൾ എന്നാണ് അറിയപ്പെടുന്നത്. ഇത് നമ്മളുടെ ശരീരപരിപാലനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുകയാണ്, വൈദ്യശാസ്ത്ര രംഗത്ത് എങ്ങനെ കടന്നു വരുന്നു എന്നുള്ളത്. ഓക്കെ, അനാൽജസിക്കുകൾ, വേദന സംഹാരികൾ, അനാൽജസിക്കുകൾ, ശരീര താപനില കുറയ്ക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തുക്കൾ അറിയപ്പെടുന്ന ആൻറ്റിപൈററ്റിക്കുകൾ. അപ്പോൾ അതൊക്കെ ഓർത്തിരിക്കുക. അതുപോലെ ആമാശയത്തിലെ അസിഡിറ്റി കുറയ്ക്കാൻ ഉപയോഗിക്കുന്ന ഔഷധങ്ങൾ. നമുക്കറിയാം, നമുക്ക് അസിഡിറ്റിയുടെ പ്രശ്നം ഉണ്ടാകുമ്പോൾ എന്തൊക്കെയാണ് കഴിക്കുന്നത്? സാധാരണ മെഡിക്കൽ സ്റ്റോറുകളിൽ നിന്നും മറ്റും വാങ്ങിക്കുന്ന ഗുളികകളോ മരുന്നുകളോ ഒക്കെ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ആ ഔഷധങ്ങളെ പൊതുവെ അറിയപ്പെടുന്നത്, ഇത് നമ്മൾ നിത്യജീവിതത്തിൽ കടന്നു പോകുന്ന കാര്യങ്ങളാണ്, അൻറ്റാസിഡുകൾ എന്നാണ്. ഇത് നമ്മുടെ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന ഒന്നാണ്. പല പേരുകളിൽ വിപണിയിൽ നിന്ന് ലഭ്യമാണ്. അപ്പോൾ ഇതിൻ്റെ എല്ലാ പൊതുവായ പേരാണ് അൻറ്റാസിഡുകൾ. അസിഡിറ്റി കുറയ്ക്കാൻ അൻറ്റാസിഡുകൾ പേര് തന്നെയുണ്ട്. അപ്പോൾ മനുഷ്യൻ്റെ ആമാശയത്തിലെ ആസിഡ് ഏതാണെന്നും കൂടെ പറയണമല്ലോ. നമ്മുടെ ആമാശയത്തിലെ ആസിഡ് ഏതാണെന്നും കൂടെ പറഞ്ഞേക്കാം. കാരണം അത് ചിലപ്പോൾ ചോദിച്ചേക്കാം. ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ്.
ഹൈഡ്രോക്ലോറിക് ആസിഡ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്രയും ഭാഗം പറഞ്ഞത് അതിനെപ്പറ്റിയാണ്. കുറച്ച് ബന്ധപ്പെട്ട കാര്യങ്ങളും കൂടി നമുക്കൊന്ന് നോക്കാം. ഞാനത് ബോർഡിൽ കാണിച്ചിട്ടില്ല, കുറച്ച് കാര്യങ്ങളും കൂടി നോക്കാം. നമ്മൾ അലർജിക്കെതിരായി ഉപയോഗിക്കുന്നത് ആന്റിഹിസ്റ്റാമിൻ എന്ന ഇതാണ്. ആന്റിഹിസ്റ്റാമിൻ അലർജിക്കെതിരെ ഉപയോഗിക്കുന്നത്. സെഡേറ്റീവായി ഉപയോഗിക്കുന്നത് ഉറക്ക ഗുളിക ഉപയോഗിച്ചാണ് നമ്മൾ ഉറങ്ങാനായി. ഓക്കെ, രാത്രി ഉറക്കം വന്നില്ലെങ്കിൽ ഉറക്ക ഗുളിക കഴിക്കാറില്ലേ, അതായി ഓർത്തിരുന്നാൽ മതി. മൂത്രത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് കണ്ടെത്താൻ, ഇത് വേറൊരു ടൈപ്പാണ്. മൂത്രത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് കണ്ടെത്താൻ ഉപയോഗിക്കുന്ന ലായനിയാണ് ബെനഡിക്റ്റ് ലായനി ഉപയോഗിച്ചാണ് മൂത്രത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് കണ്ടെത്തുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു പാർട്ടിൽ നമ്മളത് അത്രയും കാര്യങ്ങളാണ് നമ്മളിത് മനസ്സിലാക്കിയത്. വൈദ്യശാസ്ത്ര രംഗത്തെയും നമ്മുടെ ശാരീരികമായ സംരക്ഷണത്തിന് എന്തൊക്കെയാണ് രസതന്ത്രപരമായി നമ്മൾ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇനി നമ്മളുമായി, അതായത് മനുഷ്യരുമായി ബന്ധപ്പെട്ട മറ്റ് കാര്യങ്ങൾ കൂടി നോക്കാം. നമ്മളുമായി ബന്ധം വരുന്ന ഈ ഒരു രംഗത്ത് ബന്ധം വരുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടെന്ന് നമുക്കൊന്ന് നോക്കിപ്പോകാം, ഓടിച്ചൊന്ന് പോകാം. ഓക്കെ, അതുപോലെ പേശികളിലെ ആസിഡ് ലാക്റ്റിക് ആസിഡാണ്. പേശികളിലെ ആസിഡ് ലാക്റ്റിക് ആസിഡാണ്. മൂത്രത്തിൽ അടങ്ങിയ ആസിഡ് ആണ് യൂറിക് ആസിഡ്. ഇത് കേട്ടിട്ടുള്ളതായിരിക്കും. യൂറിക് ആസിഡ് മൂത്രത്തിലടങ്ങിയ ആസിഡാണ് യൂറിക് ആസിഡ്. പേശികളിലെ ആസിഡാണ് ലാക്റ്റിക് ആസിഡ്. അതുപോലെ ഹിപ്നോട്ടൈസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ആസിഡാണ് ബാർബിറ്റ്യൂറിക് ആസിഡ്. ബാർബിഡോൾ. അപ്പോൾ അതുപോലെ ഇരിക്കാൻ, അപ്പോൾ അതേപോലെയൊക്കെ ആകാനായിട്ട് ഹിപ്നോട്ടൈസ് എന്ന് പറയുമ്പോൾ നമ്മൾ മെൻ്റലി ആകുന്നതാണല്ലോ. അപ്പോൾ അതുപോലെയുള്ള ടൈമുകളിൽ ഉപയോഗിക്കുന്ന ആസിഡാണ്, ഹിപ്നോട്ടൈസ് ചെയ്യാനൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്ന ആസിഡാണ് ബാർബിറ്റ്യൂറിക് ആസിഡ്. ഓക്കെ, സൈക്കാട്രിസ്റ്റുകൾ ഉപയോഗിക്കുന്ന ആസിഡാണ് ബാർബിറ്റ്യൂറിക് ആസിഡ്. ഉറുമ്പ് കടിയേൽക്കുമ്പോൾ, ഇത് മറ്റൊരു ഭാഗമാണ്. ഉറുമ്പ് കടിയേൽക്കുമ്പോൾ ചൊറിച്ചിൽ അനുഭവപ്പെടുന്ന കാരണം ഫോമിക് ആസിഡാണ്. ഉറുമ്പിൻ്റെ ഉള്ളത് ഫോമിക് ആസിഡാണ്. അതുകൊണ്ടാണ് നമുക്ക് ചൊറിച്ചിലുണ്ടാകുന്നത്. ഫോമിക് ആസിഡ് ഉറുമ്പ് കടിയേൽക്കുമ്പോൾ നമുക്ക് ചൊറിച്ചിൽ അനുഭവപ്പെടുന്നതിന് കാരണം ഫോമിക് ആസിഡാണ്. ഈ ആസിഡ് തന്നെയാണ് തേനീച്ചയുടെ ശരീരത്തിലും ഉള്ളത്. തേനീച്ച കുത്തിയാലും ആ ഒരു ഇത് ഉണ്ടാവുമായിരിക്കും. അപ്പോൾ ആ ഫോമിക് ആസിഡാണ് തേനീച്ചയിലും ഉറുമ്പിലും. ഓക്കെ, ഇതൊന്നും പ്രധാനപ്പെട്ടതല്ല എങ്കിലും ഞാൻ പറഞ്ഞു പോകുന്നേ ഉള്ളൂ. ഓക്കെ, ഇനി പ്രോട്ടീൻ്റെ സാന്നിധ്യം അറിയാൻ ഉപയോഗിക്കുന്ന ആസിഡാണ് നൈട്രിക് ആസിഡ്. അപ്പോൾ പ്രോട്ടീൻ്റെ സാന്നിധ്യം അറിയാൻ ഉപയോഗിക്കുന്ന ആസിഡാണ് നൈട്രിക് ആസിഡ്. അതുപോലെ കൊഴുപ്പിലടങ്ങിയ ആസിഡ് ഏതാണെന്ന് നോക്കാം. സ്റ്റിയറിക് ആസിഡാണ് കൊഴുപ്പിലടങ്ങിയിരിക്കുന്നത്. പ്രോട്ടീൻ്റെ സാന്നിധ്യം അറിയാൻ ഉപയോഗിക്കുന്ന ആസിഡാണ് നൈട്രിക് ആസിഡ്. അതുപോലെ കൊഴുപ്പിൽ സ്റ്റിയറിക് ആസിഡാണ്. അതും കൂടി മനസ്സിലാക്കുക. അപ്പോൾ പറഞ്ഞാൽ തീരാത്തത്ര കാര്യങ്ങളാണ് നമ്മുടെ ശരീരവുമായി ബന്ധപ്പെട്ട് നോക്കിയാൽ കാണുന്നത് ഈ ഒരു രംഗത്ത്. അപ്പോൾ അതെല്ലാം കൂടി നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ക്ലാസ് ഒരുപാട് നീളുമെന്നല്ലാതെ വേറെ കാര്യങ്ങളില്ല. എക്സാമിനധികം ടൈം ഇല്ലാത്തതുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ മാത്രം നോക്കിയത്. അതും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇനി നമ്മൾ പോകുന്നത് ഭക്ഷ്യവസ്തുക്കളിലെ ആസിഡുകൾ ഏതാണെന്ന് നോക്കാനാണ്. അപ്പോൾ ഒരു ചാർട്ട് രൂപത്തിൽ ഞാൻ തന്നിട്ടുണ്ട്, അതൊന്ന് ശ്രദ്ധിക്കുക. ഒരു ചാർട്ട് പോലെ. ഓക്കെ, നമുക്കത് ജസ്റ്റ് നോക്കി അങ്ങ് പോകാം. കാരണം എക്സാമിനും അങ്ങനെ ആയിരിക്കും ചോദിക്കുന്നത്. ഓരോ ആസിഡ് എടുത്തായിരിക്കും ചോദിക്കുന്നത്. അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റിലാവുമ്പം ഇതാണോ എന്നുള്ള രീതിയിലായിരിക്കും ചോദിക്കുന്നത്. ഇന്നത് എന്നുള്ള രീതി. അത് നമുക്ക് മാർക്ക് ചെയ്ത് പോകാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതങ്ങ് നല്ല രീതിയിൽ മനസ്സിലാക്കി വയ്ക്കുക. ഓക്കെ, നമുക്ക് തുടങ്ങാം. ചാർട്ട് ശ്രദ്ധിക്കുക. ഓറഞ്ചിലും നാരങ്ങയിലും സിട്രിക് ആസിഡാണുള്ളത്. നമ്മൾ നോക്കുന്നത് ഭക്ഷ്യവസ്തുക്കളിലെ ആസിഡുകൾ ഏതൊക്കെയാണെന്നാണ്. ഓറഞ്ചിലും നാരങ്ങയിലും സിട്രിക് ആസിഡുകളാണ്. മോരിൽ ലാക്റ്റിക് ആസിഡ് കാണിച്ചിട്ടുണ്ട്. ചുവന്നുള്ളിയിലും തക്കാളിയിലും ഓക്സാലിക് ആസിഡ്. ഉള്ളതാണ് ഓക്സാലിക് ആസിഡ്. ഓക്സാലിക് ആസിഡിൻ്റെ അധിക ഉപയോഗം നല്ലതല്ലെന്ന് പറയും. ചില പ്രശ്നങ്ങളുണ്ടാകും ശരീരം. അപ്പോൾ ചുവന്നുള്ളിയിലും തക്കാളിയിലും ഓക്സാലിക് ആസിഡ്, മോരിൽ ലാക്റ്റിക് ആസിഡ്, ഓറഞ്ചിലും നാരങ്ങയിലും സിട്രിക് ആസിഡ്. ഓക്കെ, അത് ഓർത്ത് വയ്ക്കുക. ആപ്പിളിൽ മാലിക് ആസിഡ്, അത് പണ്ടേ പറയുന്നൊരു കാര്യമാണ്. ആപ്പിളിൽ മാലിക് ആസിഡ് ഒരു പ്രത്യേക ആസിഡാണ് മാലിക് ആസിഡ്. മുന്തിരിയിലും പുളിയിലും ടാർട്ടാറിക് ആസിഡ്. മാലിക്ക് മൂവി ഓർത്താൽ അത് കണക്റ്റഡ് ചെയ്ത് കിട്ടും. ആപ്പിളും മാലിക്കും എന്നുള്ള ഒരു ലിങ്ക് കൊടുക്കാമെങ്കിൽ അത് മാലിക് മൂവി കിട്ടും. മുന്തിരിയിലും പുളിയിലും ടാർട്ടാറിക് ആസിഡ്. വിനാഗിരിയിൽ അസറ്റിക് ആസിഡ്. വിനാഗിരിയിലുള്ളത് അസറ്റിക് ആസിഡാണ്.
വിനാഗിരി ഇത്തിരി ഒരു തുടച്ച് കഴിഞ്ഞാൽ അവിടെയൊക്കെ നല്ല ക്ലീനായി കിട്ടും. നമ്മൾ എന്തെങ്കിലും പാത്രങ്ങളോ എന്തെങ്കിലുമൊക്കെ തുടച്ചാൽ ക്ലീൻ ആയി കിട്ടും. അത് അത്രയും ഇതായിട്ടുള്ള ഒരു ആസിഡാണ് അസറ്റിക് ആസിഡ് വിനാഗിരിയിലുള്ളത്. അപ്പോൾ അതുപോലെ മരച്ചീനിയിലുള്ളത് ഹൈഡ്രോസയാനിക് ആസിഡാണ്. വിനാഗിരിയിൽ അസറ്റിക് ആസിഡാണ്, മരച്ചീനിയിലുള്ളത് ഹൈഡ്രോസയാനിക് ആസിഡാണ്. മരച്ചീനിയിൽ സോഡയിൽ കാർബോണിക് ആസിഡ്. ബോർഡിലുള്ളതും കൂടെ ശ്രദ്ധിക്കണം, എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ടുണ്ടോന്ന്. മരച്ചീനിലുള്ളത് ഹൈഡ്രോസയാനിക് ആസിഡാണ്, സോഡയിൽ കാർബോണിക് ആസിഡ്, കാർബോണിക്. അതുപോലെ തേയിലയിൽ ടാനിക് ആസിഡ്. പേരുകൾ തമ്മിൽ നല്ല ബന്ധമുണ്ട്. തേയിലയിൽ ടാനിക്, തേയിലയിൽ ടാനിക്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് ഭക്ഷ്യവസ്തുക്കളിലെ ആസിഡുകൾ. മുൻകാല പരീക്ഷകളിൽ ഇവയിൽ നിന്നൊക്കെ ചോദ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മിക്കവാറും LGS എക്സാമിനൊക്കെ ഇത് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അടുത്തതായി നമ്മുടെ ദൈനംദിന ഭക്ഷ്യവസ്തുക്കളിലെ പ്രധാനപ്പെട്ട ചില രസതന്ത്രപരമായ ഘടകങ്ങൾ ഏതെന്ന് നോക്കാം. രസതന്ത്രപരമായി എന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നതെന്ന് നോക്കാം. ദൈനംദിന ഭക്ഷ്യവസ്തുക്കളിലെ പ്രധാനപ്പെട്ട ചില രസതന്ത്രപരമായ ഘടകങ്ങൾ ഏതെന്ന് നോക്കാം. അതും പ്രധാനപ്പെട്ടവ മാത്രമാണ് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതുകൂടി നോക്കി നമുക്ക് ഈ ക്ലാസ് നിർത്താം. ചില കാര്യങ്ങളും കൂടി നോക്കി നമുക്ക് ഈ ക്ലാസ് അവസാനിപ്പിക്കാം. ഓക്കെ, നമുക്കിനി അങ്ങോട്ടേക്കാണ് പോകാനുള്ളത്. അപ്പോൾ അതിലേക്ക് പോകാം. കറിയുപ്പ് സോഡിയം ക്ലോറൈഡാണ് കറിയുപ്പ്. എന്നാൽ ഇന്ദുപ്പ് നമ്മൾ ഉപയോഗിക്കുന്നതല്ല വലുതായിട്ട്. രാസപരമായി പൊട്ടാസ്യം ക്ലോറൈഡാണ്. ഇന്ദുപ്പ് പൊട്ടാസ്യം ക്ലോറൈഡും കറിയുപ്പ് സോഡിയം ക്ലോറൈഡും. ഇനി നമ്മൾ പഞ്ചസാരയെ പറ്റി നോക്കാം. ഭക്ഷ്യവസ്തുക്കൾ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു കാര്യമാണ്. മിക്കവാറും ഈ രസതന്ത്ര നിത്യജീവിതത്തിൽ എന്ന് പറയുമ്പോൾ തന്നെ അതിലെ ഒരു പ്രധാന പാർട്ടാണ് പഞ്ചസാര എന്നൊക്കെ പറഞ്ഞു പോകേണ്ടത്. പഞ്ചസാരയെ പറ്റി ഒരുപാട് കാര്യങ്ങൾ പഞ്ചസാരയെ പറ്റി പറയാനും ജീവിതത്തിലെ ഒരു പ്രധാന ഘടകമാണ് പഞ്ചസാരയും ഉപ്പും. അപ്പോൾ നമ്മൾ പറഞ്ഞു, നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന സൂക്രോസ് കരിമ്പിൻ പഞ്ചസാര എന്നറിയപ്പെടുന്ന പദാർത്ഥമാണ്. സൂക്രോസ് കരിമ്പിൻ പഞ്ചസാര എന്നറിയപ്പെടുന്ന പദാർത്ഥമാണ്. നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന സൂക്രോസ് കരിമ്പിൻ പഞ്ചസാര എന്നറിയപ്പെടുന്ന പദാർത്ഥമാണ്. പ്രകാശ സംശ്ലേഷണപരമായി രൂപപ്പെടുന്ന പഞ്ചസാരയാണ് ഗ്ലൂക്കോസ്, ലഘുവായത്. അപ്പോൾ പ്രകാശ സംശ്ലേഷണപരമായി രൂപപ്പെടുന്ന പഞ്ചസാരയാണ് ഗ്ലൂക്കോസ്, ലഘുവായ ഓർത്തിരുന്നാൽ മതി. നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന പഞ്ചസാരയാണ് സൂക്രോസ്, കരിമ്പിൻ പഞ്ചസാര എന്നറിയപ്പെടുന്ന പദാർത്ഥം കൂടിയാണ്. ഓളും കൂടെ ശ്രദ്ധിക്കണം, എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നാൽ നിങ്ങൾക്കത് പ്രയോജനപ്പെടും പറഞ്ഞു പോകുമ്പോഴുള്ള. ഓക്കെ, അതുപോലെ പഴങ്ങളിൽ അടങ്ങിയിരിക്കുന്ന പഞ്ചസാരയാണ് ഫ്രക്ടോസ്. എന്നത് ലേവുലോസ് എന്നും അറിയപ്പെടുന്നു. അതുപോലെ പഴങ്ങളിൽ അടങ്ങിയിരിക്കുന്ന പഞ്ചസാരയാണ് ഫ്രക്ടോസ്, ലേവുലോസ് എന്നും അറിയപ്പെടുന്നു. കൃത്രിമ പഞ്ചസാരയാണ് സാക്കറിൻ എന്ന് പറയുന്നത് കൃത്രിമ രീതിയിൽ ഉത്പാദിപ്പിക്കുന്ന പഞ്ചസാരയാണ് സാക്കറിൻ. നമ്മൾ നേരത്തെ കരിമ്പിൻ പഞ്ചസാര എന്ന് പറഞ്ഞു, സൂക്രോസ്. അപ്പം ഇത് കൃത്രിമ പഞ്ചസാരയാണ് സാക്കറിൻ. ഓക്കെ, ഇനി പഞ്ചസാരയുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ കൂടി. സാധാരണ പഞ്ചസാരയേക്കാൾ 300 ഇരട്ടി മധുരമുള്ള കൃത്രിമ പഞ്ചസാരയാണ് അസ്പാർട്ടമാണ് 300 ഇരട്ടി മധുരമുള്ള കൃത്രിമ പഞ്ചസാരയാണ് അസ്പാർട്ടം. കൃത്രിമ പഞ്ചസാരയാണ് സാക്കറിൻ. അപ്പോൾ സാധാരണ പഞ്ചസാരകൾ 300 ഇരട്ടി മധുരമുണ്ട് ഇതിന്, ഈ പറയുന്ന അസ്പാർട്ടത്തിന്. 600 ഇരട്ടി മധുരമുള്ള രാസവസ്തുവാണ് സൂക്രലോസ്. സൂക്രലോസിന് 600 ഇരട്ടി മധുരമുള്ള ഒരു രാസവസ്തുവാണ്. പഞ്ചസാര എന്ന് പറയാം. ഓക്കെ, സൂക്രലോസ്. അപ്പോൾ നമ്മൾ ഈ കാണിച്ചിരിക്കുന്ന കാര്യങ്ങളെല്ലാം ബോർഡിൽ കൂടി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒന്നുകൂടി മനസ്സിലാകും, കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തത ഉണ്ടാകും. അതാണ് ഞാൻ പറയുന്നത്. അത് ബോർഡിലും കൂടി ശ്രദ്ധിച്ചു പോയാൽ നല്ലതായിരുന്നു പറഞ്ഞത്. ഓക്കെ, ഇനി പാലിൽ അടങ്ങിയിരിക്കുന്ന പഞ്ചസാരയാണ് ലാക്ടോസ് എന്നത്. നമുക്കറിയാം ലാക്ടജൻ. അപ്പോൾ അതൊക്കെ പാലുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അങ്ങനെ ഓർത്തിരുന്ന പാലിൽ അടങ്ങിയിരിക്കുന്ന ലാക്ടോസ് എന്ന് കിട്ടും. ഓക്കെ, പാലിൽ അടങ്ങിയിട്ടുള്ള പ്രോട്ടീനാണ് കേസിൻ. പാലിലെ പഞ്ചസാരയാണ് ലാക്ടോസ്. ഓക്കെ, ഇനി നമ്മൾ പോകുന്നത് പൊതുവായ ചില കാര്യങ്ങൾ പറഞ്ഞു പോകാനാണ്. പൊതുവായ ചില കാര്യങ്ങളിലൂടെ കടന്നു പോകുന്നു. ഓക്കെ, നമുക്കതിലേക്ക് പോകാം. ജലത്തിൽ ലയിക്കുന്ന വൈറ്റമിൻ ബിയും വൈറ്റമിൻ സിയും ജലത്തിൽ ലയിക്കുന്നതാണ് വൈറ്റമിൻ ബിയും വൈറ്റമിൻ സിയും.
ജലത്തിൽ ലയിക്കുന്ന വൈറ്റമിനുകളാണ് വൈറ്റമിൻ ബിയും വൈറ്റമിൻ സിയും. പെട്ടെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ആയതാണ്. ജലത്തിൽ ലയിക്കുന്ന വൈറ്റമിനുകളാണ് വൈറ്റമിൻ ബിയും വൈറ്റമിൻ സിയും. ഇതിൽ വൈറ്റമിൻ സി എന്നുള്ളത് ചൂടാക്കുമ്പോൾ നഷ്ടമാകുന്നതെന്ന് അറിയാമല്ലോ. ചൂടാക്കുമ്പോൾ നഷ്ടമായി പോകുന്നതാണ് വൈറ്റമിൻ സി. അപ്പോൾ ജലത്തിൽ ലയിക്കുന്നതാണ് വൈറ്റമിൻ ബിയും വൈറ്റമിൻ സിയും. ജലത്തിൽ ലയിക്കുന്ന വൈറ്റമിനുകളാണ് വൈറ്റമിൻ ബിയും വൈറ്റമിൻ സിയും. ഓക്കെ, ഞാൻ എഴുതിയപ്പോൾ മിസ്റ്റേക്ക് വന്നു, അതാണ് പറ്റിയത്. ഓക്കെ, LPGയുടെ രൂക്ഷഗന്ധത്തിന് കാരണമായ രാസവസ്തുവാണ് ഈഥൈൽ മെർകാപ്റ്റൻ. അപ്പോൾ LPGയുടെ രൂക്ഷഗന്ധത്തിന് LPGയുടെ ഒരു ഗന്ധമുണ്ടല്ലോ, ഒരു മണമുണ്ടല്ലോ, ആ മണത്തിന് കാരണമായ സംഭവമാണ് ഈഥൈൽ മെർകാപ്റ്റൻ എന്ന്. അതുപോലെ അറിയേണ്ട കുറച്ച് കാര്യങ്ങൾ പറയാം. ആസിഡും ആൽക്കലിയും, അത് അറിയേണ്ട ഒരു പ്രധാന കാര്യമാണ്. ആസിഡും ആൽക്കലിയും pH മൂല്യം 7 ആയാൽ അത് നിർവീര്യ വസ്തുവാണ്. pH മൂല്യം 7 ആയാൽ അത് നിർവീര്യ വസ്തുവാണ്. pH മൂല്യം 7 താഴെയാണെങ്കിൽ ആസിഡ് സ്വഭാവം കാണിക്കും. അപ്പോൾ pH മൂല്യം 7 താഴെയാണെങ്കിൽ അത് ആസിഡ് സ്വഭാവം കാണിക്കും. pH 7 മുകളിലാണെങ്കിൽ ആൽക്കലി സ്വഭാവം. അപ്പോൾ pH 7 താഴെയാണെങ്കിൽ ആസിഡ് സ്വഭാവം, pH 7 മുകളിലാണെങ്കിൽ ആൽക്കലി സ്വഭാവം. ഓക്കെ, ഇനി pH മൂല്യം 7 ആയ അത് നിർവീര്യ വസ്തുവാണെന്ന് പറഞ്ഞല്ലോ. അങ്ങനെ ഒരു നിർവീര്യ വസ്തുവിന് ഉദാഹരണമായിട്ട് ശുദ്ധജലത്തെ പറയാം. നിർവീര്യ വസ്തു pH മൂല്യം 7 ആയ ഒരു നിർവീര്യ വസ്തുവാണ് ശുദ്ധജലം എന്ന് പറയാം. ഓക്കെ, അപ്പോൾ അത്രയൊക്കെ കാര്യങ്ങളുള്ളൂ. ഇനി നമ്മൾ നോക്കുന്നത് കുറച്ച് കാര്യങ്ങളൊന്നും നോക്കാം. മുട്ടത്തോട്, ചോക്ക്, മാർബിള് എന്നിവയിൽ അടങ്ങിയിട്ടുള്ള പ്രധാന രാസവസ്തു കാൽസ്യം കാർബണേറ്റ് ആണ്. മുട്ടത്തോട്, ചോക്ക്, മാർബിള് എന്നിവയിൽ അടങ്ങിയിട്ടുള്ള പ്രധാന രാസവസ്തു കാൽസ്യം കാർബണേറ്റ് ആണ്. തീ കെടുത്താൻ ഉപയോഗിക്കുന്ന വാതകമാണല്ലോ കാർബൺ ഡൈ ഓക്സൈഡ്. ആസിഡുകൾ കാർബണേറ്റുകളുമായി പ്രവർത്തിക്കുമ്പോഴുണ്ടാകുന്ന വാതകമാണിത്. ആസിഡുകൾ കാർബണേറ്റുകളുമായി പ്രവർത്തിക്കുമ്പോഴുണ്ടാകുന്ന വാതകമാണ് കാർബൺ ഡൈ ഓക്സൈഡ്. അതുപോലെ ചുണ്ണാമ്പ് വെള്ളത്തിൻ്റെ ശാസ്ത്രീയ നാമം കാൽസ്യം ഹൈഡ്രോക്സൈഡ് എന്നാണ്. ചുണ്ണാമ്പ് വെള്ളത്തിൻ്റെ ശാസ്ത്രീയ നാമം കാൽസ്യം ഹൈഡ്രോക്സൈഡ് എന്നാണ്. ചില എക്സാമിനൊക്കെ ശാസ്ത്രീയ നാമങ്ങൾ ചോദിച്ചു കണ്ടിട്ടുണ്ട്, അതാണ് അതും കൂടെ പറഞ്ഞത്. അതും കൃത്യമായി ഓർത്തിരിക്കുക. നമുക്ക് പരിണിത ക്ലാസ്സിൻ്റെ കുറച്ച് കാര്യങ്ങളെ ഉൾപ്പെടുത്താൻ കഴിയും. ഓക്കെ, നിങ്ങൾക്കത് ഡെവലപ്പ് ചെയ്യാൻ കഴിയും. നിങ്ങളത് എൻഹാൻസ് ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, കൂടുതൽ കാര്യങ്ങൾ നിങ്ങളിലേക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അത് നിങ്ങൾക്ക് വ്യക്തമായി പഠിക്കാൻ പറ്റും. ഓക്കെ, പഠിക്കാനും കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും. ഓക്കെ, നമുക്കൊരു പരിമിതമായ സമയം മാത്രമാണ് ലഭിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ക്ലാസ് ഇവിടെ നിർത്താം. എക്സാമിന് അധികം സമയമില്ലാത്തതിനാലാണ് നമ്മൾ കഴിയുന്നത്ര വേഗത്തിൽ ടോപ്പിക്സ് തീർക്കുകയും കാര്യങ്ങൾ പറഞ്ഞു. ഒരു പ്രധാന കാര്യം പറഞ്ഞുതരാം. കാര്യങ്ങൾ ചിട്ടയോടും ഒതുക്കത്തോടും പഠിക്കുക.